ഹായ് ഗായ്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കടച്ചക്ക ഇട്ടിട്ടുള്ള ചെമ്മീൻ വെളുത്തിയ റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റാണ് റെസിപ്പി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് കുറച്ച് ചെമ്മീനപ്പം മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് അപ്പം ഞാനിത് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളിത് ചെമ്മീൻ 2-3 പ്രാവശ്യം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കണേണ്. ക്ലീൻ ചെയ്ത ചെമ്മീനെല്ലാം കൂടി ഞാൻ വേവിക്കാൻ ഒരു ചട്ടിയിലേക്ക് വെച്ചേക്കണേണ്. അതിൻ്റെ കൂടെ 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് വേപ്പില, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ 2 കഷ്ണം കുടംപുളി ഇട്ടിട്ടുണ്ട്. കുടംപുളി 2 കഷ്ണം മതി കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് വാളംപുളി ഇട്ടാൽ മതി 1 കഷ്ണം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. നമ്മുടെ ചെമ്മീൻ ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഉള്ളത് ചെമ്മീൻ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ തീ ലോ ഫ്ലെയിമിലോട്ട് ആക്കിയേക്കണേണ്, തീ കുറച്ച് വെക്കണേണ് ഈ ഒരു ടൈമിൽ. ഗൈസ്, നമുക്കിത് കടച്ചക്ക കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം എങ്ങനെയോ റെയറായിട്ട് കിട്ടിയതാണ്, അങ്ങനെ നമുക്ക് കിട്ടാറില്ല. അപ്പോൾ പല നാട്ടിൽ ഇതിൻ്റെ പേര് പലതാണ്. ചീമച്ചക്ക എന്നൊക്കെ ഇതറിയപ്പെടും. നമ്മൾ എറണാകുളം ആലപ്പുഴയിലൊക്കെ ഇത് കടച്ചക്ക തന്നെയാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ കാണുന്നവർ. ആ കടച്ചക്കയുടെ തൊണ്ട് ചിത്തിയിട്ട് ഞാൻ കടച്ചക്ക അരിഞ്ഞെടുക്കാൻ പോണേണ്. നമുക്ക് നന്നായിട്ടൊന്ന് കടച്ചക്ക ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഗൈസ്, നമ്മളിത് നേരത്തെ ലോ ഫ്ലെയിമിൽ വെച്ച് ചെമ്മീനിലേക്ക് നമ്മൾ കടച്ചക്ക ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചെമ്മീൻ്റെ കൂടെ തന്നെ കടച്ചക്ക ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എല്ലാ കടച്ചക്ക ഇട്ടിട്ടുണ്ട്, നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തീ കുറച്ച് കൂട്ടി വെക്കാം, എന്നിട്ട് നമുക്ക് വേകാൻ വേണ്ടി മൂടിയും വെക്കാം കേട്ടോ. ഗൈസ്, നമുക്ക് ഈ ഒരു ടൈമിൽ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി ചൂടാകുമ്പോഴത്തേക്കും ചതച്ച ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിലോട്ട് ആക്കണേണ്, തീ കുറച്ച് വെക്കണേണ്. ആദ്യം ഞാൻ തീ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. നല്ല സ്പൈസി ആവശ്യമുള്ളവരാണെങ്കിൽ 1 സ്പൂണും കൂടി ഇടണം കേട്ടോ മുളക് പൊടി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ടേസ്റ്റ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ ഉപ്പ് ഇടണേണ്. നമ്മൾ ഓൾറെഡി ചെമ്മീൻ വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത്തിരി ഉപ്പ് ഇടുന്നുള്ളൂ. ഗൈസ്, നമ്മൾ ഈ ഒരു ടൈമിൽ ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടച്ചക്കയും ചെമ്മീനും നമ്മുടെ ഇതിലോട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഇതേ കറിയിലോട്ട് ഒഴിക്കണതാണ്. അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ കറി നല്ല ടേസ്റ്റി ആയിരിക്കും. ഗൈസ്, നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട്. നമ്മളൊന്നും കൂടി മിക്സ് ചെയ്യണതാണ്, ജസ്റ്റ് ഒന്ന് മൂടി വെക്കണതാണ്. നമ്മൾ കഴിക്കാൻ നേരത്തെ കഴിഞ്ഞ് എടുക്കുകയുള്ളൂ. ഗൈസ്, അപ്പം നമ്മുടെ കടച്ചക്ക ഇട്ട ചെമ്മീൻ വെളുത്തത് ഇവിടെ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും കടച്ചക്കയും ചെമ്മീനും ഉണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണം.
പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ആരെങ്കിലും റെസിപ്പി ട്രൈ ചെയ്യണമെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ടാറ്റാ.